ഈ കാണുന്ന 250-ലധികം വരുന്ന കലാകാരന്മാർ അവരെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഇവിടെ താളമിടുന്നതിന് വേണ്ടി നിരക്കും. ഇത് 10 മണിക്ക് തുടങ്ങിയ മേളമാണ്. ചെമ്പട കൊട്ടി പുറത്തേക്ക് എഴുന്നള്ളി കിഴക്കേ ഗോപുരം വന്ന് അകത്ത് കടന്ന് ഇലഞ്ഞിച്ചോട്ടിലേക്ക് എത്തുന്നേ ഉള്ളൂ. അല്ല, ഇത്രയും മണിക്കൂറായി. ഇനി കേൾക്കാൻ പോകുന്നത് അതിനേക്കാൾ കൂടുതൽ ഗംഭീരമായിട്ടുള്ള മേളമാണ്. അപ്പോ ഈ ഒരു എനർജിയൊക്കെ എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അതാണ് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങളിപ്പം രാവിലെ മുതൽ തുടങ്ങിയതല്ലേ, ഇനിയും ഈ ഒരു മേളം തന്നെയാണ് ഇനി അവിടുന്ന് കുടമാറ്റം കഴിഞ്ഞവരെ നിങ്ങൾ തന്നെയല്ലേ? ആ ഒരു എനർജി അതാണ്, അതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും പവർ മേളത്തിന്റെ ഇടയിൽ എല്ലാം മറക്കുകയാണ്. അതാണ്, മേളത്തിന്റെ ഇടയിൽ എല്ലാം മറന്നു പോവാണ്. അത്രത്തോളം ആവേശമുണ്ട് എല്ലാവർക്കും. ഇനിയിപ്പോ ഭഗവതി ദേ ഇവിടെ അതെ ഇവിടെ എത്തി. എലഞ്ഞിമരച്ചുവട്ടിൽ നിരക്കാൻ പോവുകയാണ്. എലഞ്ഞിത്തറയ്ക്ക് അടുത്ത് നിരന്ന് നിൽക്കാൻ പോവുകയാണ്. 15 ആനപ്പുറത്ത് പാറമേക്കാവ് ഭഗവതി എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ഇലഞ്ഞിച്ചുവട്ടിലുള്ള ആ മേളമാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ സിംഫണി. അത് ഇവിടെ അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും അല്ലെ? ഭഗവതി എഴുന്നള്ളി എത്തിയിരിക്കുന്നു. വടക്കുന്നാഥ ക്ഷേത്ര മതിൽക്കകത്തേക്ക് പാറമേക്കാവ് ഭഗവതി എത്തിയിരിക്കുന്നു. നിരവധി ആനകളുടെ അകമ്പടിയോടെ. ഇതിപ്പോൾ 7-ആനയാവാം. പുറത്തേക്ക് ഇറങ്ങിയാൽ അത് 15 ആനപ്പുറത്തായിരിക്കും തെക്കോട്ടിറക്കം വരുന്നത്. പിന്നീടാണ് കുടമാറ്റം. ഇങ്ങനെ വർണ്ണക്കാഴ്ചകൾ നിൽക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ത്രസിപ്പിക്കുന്ന നിരവധി അനുഭവങ്ങൾ, രസങ്ങൾ നമുക്കിനി നുകരാനുണ്ട്. ഏതായാലും ഇനി എലഞ്ഞിത്തറ മേളം, അതിനു വേണ്ടിയുള്ള ഈ ലോകം, ഈ ടെലിവിഷൻ സ്ക്രീനിലൂടെ കാണുന്ന ആളുകൾ, ഈ പൂരപ്പുറമുള്ള ആളുകൾ, ലോകമൊന്നാകെ പൂരത്തെ ഇഷ്ടപ്പെടുന്ന, സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം തന്നെ ഇതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ്. അതിന് ഇനി അധികം താമസമില്ല. ഭഗവതി എഴുന്നള്ളിയെത്തി. ഈ ഇലഞ്ഞിച്ചോട്ടിൽ കലാകാരന്മാരെല്ലാം അണിനിരന്നു തുടങ്ങി. ഇനി വലിയ താമസമില്ലാതെ ഈ മേളം അത് പൊട്ടിക്കയറും. ഇതൊരു തുടർച്ചയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 10 മണിയോടുകൂടി തുടങ്ങിയതാണ്. ഇനി ഇതും കഴിഞ്ഞ് എലഞ്ഞിത്തറ മേളം കഴിഞ്ഞ് തെക്കോട്ടിറക്കം കഴിഞ്ഞ് കുടമാറ്റവും കഴിഞ്ഞ ശേഷം മാത്രമാണ് അത് അവസാനിക്കുക. ഏതാണ്ടൊരു 7-8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അല്ലേ? എങ്ങനെയാണ് കേട്ടോ പരിപാടി? ഇപ്പോൾ 11:30 മേളം തുടങ്ങി. അവിടുന്ന് കൊട്ടി കയറി 12 മണിക്ക് കയറി 12:30 നടക്കി നടന്ന് 1:30 1:45 ഇനി ഇവിടെ തന്നെ നടന്ന് എലഞ്ഞിത്തറ മേളം. കുടമാറ്റം കഴിഞ്ഞവരെങ്ങനെ ഇതിലുണ്ട്? ഈ കുടമാറ്റത്തിന് പഞ്ചാരിയാണോ? അല്ലൊരു പാണ്ടി തന്നെ. എത്ര കൊല്ലായി ഇതിന്? 25 കൊല്ലം മേലെ. 25 കൊല്ലായി. സീനിയോറിറ്റി ആയി. അതെ, എല്ലാവർക്കും, അതായത് ഈ മേളത്തിൽ പങ്കെടുക്കുന്ന തെളിഞ്ഞ ആൾക്കാരാണെല്ലാം അല്ലെ? അത് തന്നെയാണ് ഈ ഒരു എനർജിയുടെ ഒരു കാര്യം. അത് തന്നെയാണ് ഇത്രയധികം സമയം ഇങ്ങനെ നിർത്താതെ മേളം കൊട്ടാനായുള്ളവരുടെ ഒക്കെ ഒരു ഊർജം എന്ന് പറയുന്നത്. 4:30 ഇവിടുന്ന് കഴിഞ്ഞാൽ തെക്കോട്ടിറക്കട്ടിൽ വേറെ ആൾക്കാർ കയറും. അവരിറങ്ങി തെക്കോട്ടിറങ്ങി. മുമ്പ് ഇതിൽ എന്നെ ആൾക്കാരുണ്ടായിരുന്നു കയറി. ഇപ്പൊ വേറെ സെപ്പറേറ്റ് ആൾക്കാർ അതിനുണ്ട്. അതാണ്. എന്തായാലും ദേ ഇപ്പോൾ അതായത് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവർക്ക് ഒരു ഫോർമേഷന് വേണ്ടിയുള്ള ഒരു സമയമാണ്. ഇവർക്ക് കൃത്യമായി നിൽക്കാനാണ്. അതായത് ഈ ഇത്രയധികം ചെണ്ടയും ഇത്രയധികം ഈ ഇലത്താളവും അതുപോലെ തന്നെ ഈ ഇത്രയധികം കുറുങ്കുഴലും ഒക്കെ എല്ലാം ഉള്ളതാണ് ഈ ഒരു മേളത്തിനെ ഇങ്ങനെ ഒരു സമന്വയിപ്പിച്ച് എല്ലാവർക്കും അത്രത്തോളം മാധുര്യമുള്ള, അത്രത്തോളം കേൾക്കാൻ ഇമ്പമുള്ള ഒരു മേളമാക്കി മാറ്റുന്നത്. അത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഒരാള് പോലും വ്യത്യസ്തമല്ല, എല്ലാവരും ഒരേ രീതിക്കാണ്. പക്ഷെ ഇപ്പൊ എലഞ്ഞിത്തറ മേള മാത്രമല്ല, അവിടെ സമാന്തരമായിട്ട് ഇപ്പൊ നായ്ക്കനാലിൽ തിരുവമ്പാടി കയറി തിരുവമ്പാടിയ മേളവും അവിടെ അകത്തുംപാണ്ടി. അതെ, ഏതാണ് കേമം? ഒന്നിനൊന്ന് കേമം ഏത്? അത്തരത്തിൽ നേരത്തെ കിഴക്കൂട്ട് അനിയേട്ടൻ പറഞ്ഞു. അനിയേട്ടൻ തിരുവമ്പാടിക്കും കൊട്ടിയിട്ടുണ്ട്. പാറമേക്കാവിന് ഇപ്പോ എലഞ്ഞിത്തറയിലെ പ്രമാണിയാണ്. ഏതാണ് കേമം എന്നുള്ള അറിയില്ല. പക്ഷെ പരമാവധി അതിനുവേണ്ടി അർപ്പിച്ച് ആ സാധന പരമാവധി അതിനുവേണ്ടി അർപ്പിച്ചാണ് അദ്ദേഹം കൊട്ടുന്നത്. ഇതേ ഇതിൽ തന്നെ അപ്പുറത്ത് നമുക്ക് കുറച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് മടത്തിൽ വരവിന് ശേഷം സ്വരാജ് റൗണ്ടിലേക്ക് തിരുവമ്പാടിയുടെ എഴുന്നള്ളത്തെത്തിയിരുന്ന നായ്ക്കനാലിൽ നിന്നത് പാണ്ടിമേളമായി ഇങ്ങോട്ട് കയറി വരും. അതും ഒരു കൊട്ടിക്കലാശം അതിഗംഭീരമാണ് രിഷോയ്. എലഞ്ഞിത്തറയ്ക്ക്, അതായത് ഈ ഭാഗത്ത് നമ്മുടെ കാതുകളെ വളരെയധികം അത്രയധികം, അതായത് ഈ എലഞ്ഞിത്തറ മേളത്തിന് ഇനിയിപ്പോ ആർക്കും അകത്തേക്ക് കയറാൻ പറ്റില്ല, അത്രത്തോളം തിരക്കായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തിരക്കുള്ള സമയത്ത് ഒരു ചെറിയ ആശ്വാസം പുറത്തുള്ള പാണ്ടിയും കൂടി കേൾക്കാന്നുള്ളത് ചിലർക്കുണ്ടാവും. തീർച്ചയായിട്ടും.
അല്ലെ പുറത്തുള്ള എലഞ്ഞിത്ര മേളത്തിനുള്ള അതേ ഗാംഭീര്യം തന്നെ ഈ പുറത്തുള്ള തിരുവമ്പാടിയുടെ ആ മേളത്തിനുമുണ്ട്. അത് തന്നെയാണ്. എവിടെ വേണമെങ്കിൽ നമുക്ക് കാഴ്ചകൾ കാണാം, എവിടെ വേണമെങ്കിൽ നമുക്ക് പൂരം ആസ്വദിക്കാം, എവിടെ വേണമെങ്കിലും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കാനുള്ള എല്ലാം തേക്കിൻകാട് മൈതാനിയിൽ ശക്തൻ തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും മേളം തുടങ്ങുകയാണ്. ഇനി അതിലേക്ക് കയറാം.